ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹനീഫ് അദേനിന്റെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വന്ന ചിത്രമാണ് മാർക്കോ. വയലൻസ് വയലൻസ് വയലൻസ്, മിക്കവാറും ഇതായിരിക്കും ഈ ചിത്രം കണ്ടു കഴിയുന്ന എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്ന ആദ്യത്തെ വാക്കുകൾ. KGF ശേഷം ഒരുപക്ഷെ വീണ്ടും ഈ ഡയലോഗ് പുനർജനിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. മലയാളത്തിൽ ഇതിനു മുമ്പ് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ വയലന്റ് മൂവി ആയിരിക്കും മാർക്കോ എന്നായിരുന്നു അണിയറ പ്രവർത്തകർ പറഞ്ഞത്. അതെന്താണെങ്കിലും ശരി വെച്ചുകൊണ്ട് തന്നെയാണ് ചിത്രം വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിലേക്ക് നമുക്ക് വരാം. ഹനീഫ് അദേനിന്റെ തന്നെ മുമ്പിലത്തെ ചിത്രമായ മിഖായിലിലെ ആ ഒരു മാർക്കോ ഫാമിലിനെ വെച്ചിട്ടാണ് ഈ ഒരു ചിത്രം പണിതിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ആ ഒരു മാർക്കോയുടെ ഫാമിലി മാത്രമേ ഈ ഒരു സിനിമയിലുള്ളൂ. മൈക്കിളിന്റെ ഫാമിലി നമ്മൾ പ്രതീക്ഷിച്ചു പോയാൽ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ചിത്രത്തിലേക്ക് വരാം. ചെറിയൊരു പ്ലോട്ടിൽ നിന്നാണ് ഈ ഒരു വലിയ ആക്ഷൻ ചിത്രം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കഥയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും വരുന്നില്ല, കാരണം അവ നിങ്ങളുടെ ആസ്വാദത്തെ തീർച്ചയായിട്ടും ബാധിക്കും. ആദ്യം തന്നെ പറയേണ്ടത് ചിത്രത്തിന്റെ വയലൻസ് തന്നെയാണ്. കാരണം റേറ്റഡ് മൂവി ആയതുകൊണ്ട് തന്നെ വയലൻസ് പ്രതീക്ഷിച്ച് തന്നെയാണ് ചിത്രത്തെ സമീപിച്ചത്. ഫസ്റ്റ് ഹാഫ് എല്ലാം വന്നപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതായിരുന്നു റേറ്റഡ് മൂവി എന്ന് പറഞ്ഞത്, ഇത് കില്ലിന്റെ അത്രയൊന്നും ഇല്ല, അല്ലെങ്കിൽ ബാക്കി ആനിമലിന്റെ അത്രയൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും. പിന്നെ ഒരു ബ്രേക്ക് നമുക്ക് തരികയാണ്. എന്തിന്? ഇനി വരാൻ പോകുന്ന കാഴ്ചകൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് എടുത്തോ എന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക്. അതാണ് ഇൻ്റർവെൽ എന്ന് തന്നെ പറയാം. ഇൻ്റർവെല്ലിന് ശേഷം പടം ഒരു പോക്കാണ്. എന്ന് വെച്ചാൽ ആക്ഷൻ്റെ ആ ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ പടം ഒരു ഒറ്റ കേരളമാണ്. പിന്നെ മാർക്കോയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് പടത്തിൻ്റെ എൻഡ് വരെ, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാർക്കോന്റെ ഫാമിലിയിൽ. ഒരുപക്ഷെ മാർക്കോന്റെ ചേട്ടൻ പറഞ്ഞത് കേട്ടായിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. ചേട്ടൻ പറഞ്ഞത് കേൾക്കാതിരുന്നത് ഏതുകൊണ്ടും നന്നായി എന്ന് തന്നെ പറയാം. ഇനി ചിത്രത്തിന്റെ വില്ലന്മാരിലേക്കൊന്ന് വരാം. ജഗദീഷിന്റെ മോൻ, പിന്നെ അവസാനം ഒരു വില്ലനും കൂടെ വരുന്നുണ്ട്. ഇതാണ് മാർക്കോയിലെ വില്ലന്മാർ. നല്ല കിണ്ണം കാച്ചി വില്ലന്മാരാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ജഗദീഷ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഇടുന്ന ആറ്റിറ്റ്യൂഡൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. ജഗദീഷിന്റെ കാര്യത്തിൽ നമുക്ക് പിന്നെ ഏറെക്കുറെ അറിയാം, പുള്ളി ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നാൽ അതെങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു വില്ലൻ വേഷത്തിൽ വന്നിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷേ ഈ 3 വില്ലന്മാരിലും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ജഗദീഷിൻ്റെ മോനെ തന്നെയാണ്. ക്ലൈമാക്സിൽ ഒരാൾ വരുന്നുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ അറിയണം. പടം മൊത്തത്തിലൊരു ഇംഗ്ലീഷ് ടച്ച് തന്നെയാണ്. കൊലയും റേറ്റഡ് ആണല്ലോ, ഇതൊക്കെ ഉള്ളൂ, ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ സിനിമ കണ്ടിട്ട് നന്മയില്ല, അതില്ല ഇതില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു റേറ്റഡ് ഫിലിമാണ്, ഇതേ ഉള്ളൂ, ഇത് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതും, അത് നിങ്ങൾക്ക് കിട്ടും. മിഖായിൽ എങ്ങനെയായിരുന്നു നമ്മുടെ സിദ്ദിഖിന്റെ കഥാപാത്രം, ആ ഒരു റേഞ്ച് തന്നെയാണ് ഈ ചിത്രത്തിലും സംവിധായകൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി മാർക്കോയിലേക്ക് വരുമ്പോൾ ഉണ്ണി മുകുന്ദൻ അവിടെയും വേറെ ലെവലാക്കിയെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഫൈറ്റിന്റെ ഒക്കെ കാര്യത്തിൽ അങ്ങ് ഇൻട്രോ മുതൽ ഇങ്ങ് ക്ലൈമാക്സ് വരെ ഉണ്ണി മുകുന്ദൻ വേറെ ലെവൽ തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. അതിനിടയിൽ സിംഗിൾ ഷോട്ട് ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് അണി ചുരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ മേക്കിങ്ങിലേക്ക് വന്നാലും അവിടെയും നമുക്ക് ചെറിയ രീതിയിലുള്ള പുതുമയൊക്കെ അനുഭവപ്പെടാനായിട്ട് സാധിക്കും. ഹനീഫ് അദേൻ ഈ പ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത് ഒരു ഡിഫറെന്റ് അപ്രോച്ച് തന്നെയാണ്. ചിത്രം തുടങ്ങുന്നത് തന്നെ സാധാരണ നമ്മൾ കാണുന്ന വാണിങ്ങിനേക്കാളും കുറച്ചധികം വാണിങ് കാണിച്ചുകൊണ്ടാണ്. അതൊക്കെ തന്നെ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം അതെല്ലാം തന്നെ സ്പോയിലറാവും, അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. ഇത്തരം സിനിമകളോട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ്. ഈ ഒരു സിനിമയിലേക്ക് വന്നാൽ ബോളിവുഡിൽ നിന്നിറങ്ങിയ കില്ലും ആനിമലും അതേപോലെ ഇന്തോനേഷ്യൻ ചിത്രമായ റെയ്ഡ് 2 എല്ലാം കൂടി ഒരു മിക്സഡാണ്. അതായത് ആക്ഷൻ്റെയൊക്കെ കാര്യത്തിൽ എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇനി ചിത്രത്തിന്റെ മ്യൂസിക്കിലേക്കും കൂടി കുറച്ചൊന്ന് വരാം. രവി ബസ്രൂറാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ഹൈയിൽ തന്നെയാണ് ഇവിടെയും മ്യൂസിക് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇമോഷണൽ രംഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതെല്ലാവർക്കും ദഹിക്കണമെന്നില്ല. പക്ഷെ പടത്തിൻ്റെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ, ആ ക്ലൈമാക്സ് ഫൈറ്റിൽ അങ്ങനെ ഒരു സാധനം വരണമെങ്കിൽ നമുക്ക് ആ ഒരു സാധനം അവിടെ വന്നേ പറ്റൂ. ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമ്മളിലേക്ക് എത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് അത്രയും അങ്ങ് എത്തിയത്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള കുറച്ച് പാസങ്ങളൊക്കെ ചിത്രത്തിന് മുമ്പും കാണിക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു രീതിയിൽ കണ്ട് നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതെന്തിനാണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഭാസം നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിനായിരുന്നു ആ ഒരു ഭാസം അവിടെ ഉപയോഗിച്ചത് എന്നൊക്കെ. പിന്നെ ചിത്രത്തിൻ്റെ ഒരു ടൈലൻറ്റും കൂടെ ഉണ്ട്. നേരത്തെ പുറത്ത് വിട്ടിരുന്നു, പക്ഷേ ടൈലൻറ്റിൻ്റെ കാര്യത്തിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതെന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന്, അതൊന്ന് തിയേറ്ററുകാർ നേരത്തെ അത് ഓഫാക്കിയതാണോ, ആ ഒരു കാര്യത്തിലൊരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്. എന്നതാണെങ്കിലും സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സ്കോപ്പും കൂടി ഇട്ടിട്ടാണ് ചിത്രം അവസാനിക്കുന്നത്. അങ്ങനെ മലയാളത്തിലും ഒരു 1.5 ആക്ഷൻ പടം വന്നു എന്ന് തന്നെ പറയാം. ടീസറിലൊന്നും കണ്ടതല്ല, അതിൻ്റെയൊക്കെ ഒരു 4-5 ഇരട്ടിയാണ് ചിത്രത്തിലുള്ളത്. ഇതൊക്കെ കാണാൻ മനക്കെട്ടിയുള്ളവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി ചിത്രം കണ്ട് ആസ്വദിക്കണം. അതിനുള്ളതെല്ലാം ചിത്രത്തിൽ ഹനീഫ് അദേനി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്തരം ആക്ഷൻ പാക്ഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ചിത്രം ഒരിക്കലും നിരാശപ്പെടാൻ വഴിയില്ല. പിന്നെ കഥയും ബാക്കി കാര്യങ്ങളൊക്കെ ചെകഞ്ഞ് ഒരു ക്രിട്ടിക്കലായിട്ട് പോകാതെ ഒരു നോർമൽ ഓഡിയൻസിനെ പോലെ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റിയ ഒരു നല്ല സിനിമ തന്നെയാണ് മാർക്കോ. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. ഇനി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇത്തരം ചിത്രങ്ങൾ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.